1947 ഓഗസ്റ്റ് മാസം 15-ാം തീയതി സ്വാതന്ത്ര്യം കിട്ടിയ ലോകത്തെ ഏറ്റവും വലിയ മതേതരത്വ ജനാധിപത്യ ഫെഡറൽ റിപ്പബ്ലിക്കാണ് ഞാനും നിങ്ങളും ജീവിക്കുന്ന ഇന്ത്യ മഹാരാജ്യം. ഈ രാജ്യം ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റേതല്ല, ഏതെങ്കിലും ഒരു മതത്തിൻ്റേതല്ല. ഈ രാജ്യത്ത് ജീവിക്കുന്ന 130 കോടി ജനങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു വിഭാഗം ജനതയ്ക്ക് മറ്റൊരു വിഭാഗം ജനതയേക്കാൾ, ഏതെങ്കിലും ഒരു വ്യക്തിക്ക് മറ്റൊരു വിഭാഗത്തിൽ നിന്നുള്ള വ്യക്തിയേക്കാൾ ഏതെങ്കിലും പ്രത്യേക പരിഗണനയോ അവഗണനയോ ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയിലില്ല. എന്നാൽ ഈ രാജ്യത്ത് ജീവിക്കുന്ന മുഴുവൻ പൗരന്മാർക്കും അവകാശം വകവച്ചു കൊടുക്കുന്ന തുല്യമായ നീതി ഈ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയിൽ കൃത്യമായി വിവക്ഷിച്ചിരിക്കെ, പറയപ്പെട്ടിരിക്കെ, ഈ രാജ്യത്ത് കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ഫാസിസം അതിൻ്റെ കാൽ കീഴിൽ അമർത്തപ്പെടുന്ന ഒരു വലിയ വിഭാഗം വരുന്ന ഒരു ജനതയെ, ഈ രാജ്യത്തെ 130 കോടി ജനതയിൽ നിന്ന് ഈ രാജ്യത്തെ പിന്നോക്കക്കാർ, ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾ, ഈ രാജ്യത്തെ ദലിതുകൾ, ഈ രാജ്യത്തെ ആദിവാസികൾ അടങ്ങുന്ന പാർശ്വവൽകൃതരും പ്രാന്തവൽകൃതരുമായ ഒരു ജനവിഭാഗത്തെ രാജ്യത്ത് നിന്നും മാറ്റിപ്പായിച്ച്, രാജ്യത്ത് നിന്നും ഇല്ലായ്മ ചെയ്ത് ഈ രാജ്യത്തെ ഒരു ചെറിയ വിഭാഗം ജനതയ്ക്ക് സുഭിക്ഷമായി ജീവിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഈ രാജ്യത്തിന്റെ എല്ലാ മേഖലകളെയും ഫാസിസം സംഘപരിവാറിനാൽ കവർന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്ന ഈ മഹത്തായ ജനാധിപത്യ മതേതരത്തെ ഇന്ത്യ നിങ്ങളുടെ ഒരു വിഭാഗത്തിന്റെ തറവാടല്ല എന്ന് എല്ലാവരും പറയാൻ തുടങ്ങിയിരിക്കുന്നു. 3 പതിറ്റാണ്ട് മുമ്പ് അബ്ദുൽ നാസർ മഅദനി ഇത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അബ്ദുൽ നാസർ മഅദനി അന്നത് പറയുമ്പോ അബ്ദുൽ നാസർ മഅദനി പറഞ്ഞത് എന്താണെന്ന് തിരിയാതെ പോയവർ, അബ്ദുൽ നാസർ മഅദനി അന്ന് എന്താ ഈ പറയുന്നതെന്ന് മനസ്സിലാക്കാതെ പോയവർ, ഈ രാജ്യത്ത് സംഘപരിവാറുകാരൻ പശുവിന്റെ പേരിലും ഈ രാജ്യത്തെ സംഘപരിവാറുകാരൻ ശ്രീരാം വിളിയെ കൊലവിളിയാക്കി മാറ്റിക്കൊണ്ട് കലാപങ്ങൾക്ക് കോപ്പുകുട്ടുകയും 100 കണക്കിന് പേർ കൊല ചെയ്യപ്പെടുകയും ആക്രമിക്കപ്പെടുകയും ചെയ്യുന്നു. ഈ രാജ്യത്തിന്റെ മഹത്തായ മതേതരത്വത്തെയും ജനാധിപത്യത്തെയും ഈ രാജ്യത്ത് ജീവിക്കാനുള്ള അവകാശങ്ങളെയും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഈ രാജ്യത്ത് കലാപങ്ങൾക്ക് കോപ്പുകൂട്ടുന്ന സംഘപരിവാറുകാരനെ നിയന്ത്രിക്കണം. ഈ രാജ്യത്തിന്റെ മഹത്തായ ഉയർന്നു പൊങ്ങേണ്ടുന്ന മതേതരത്വത്തിന്റെ മന്ത്രമായ ശ്രീരാമിനെ കൊലവിളിയാക്കി മാറ്റരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സാംസ്കാരിക നായകന്മാർ ഈ രാജ്യത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ഭൂരിപക്ഷം നേടി അധികാരത്തിലെത്തി പ്രധാനമന്ത്രി പദത്തിൽ അവരോധിച്ച വ്യക്തിക്ക് കത്തയച്ചതിന്റെ പേരിൽ അവരെ തീവ്രവാദികളാക്കി, അവരെ രാജ്യദ്രോഹികളാക്കി കേസെടുത്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. 1990-ലൊക്കെ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന ഭരണകൂടത്തോട് അബ്ദുൽ നാസർ മഅദനി 3 പതിറ്റാണ്ട് മുമ്പ് വിളിച്ചു പറഞ്ഞ സഹിക്കാൻ പറ്റുമോ ഭരണാധികാരികൾക്ക്? അബ്ദുൽ നാസർ മഅദനി ഏതെങ്കിലും ഒരു പള്ളിയുടെ 4 ചുവരുകൾക്കുള്ളിൽ മതപ്രബോധനവും മതപ്രചാരണവുമായി കഴിഞ്ഞിരുന്നുവെങ്കിൽ മഅദനി ഒരിക്കലും ജയിലിൽ പോകേണ്ടി വരില്ലായിരുന്നു. അബ്ദുൽ നാസർ മഅദനി അവർണപക്ഷ രാഷ്ട്രീയവും മർദ്ദിതപക്ഷ രാഷ്ട്രീയവും പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഒരു നിമിഷം പോലും മഅദനി ജയിലറക്കുള്ളിൽ പോകേണ്ടി വരില്ലായിരുന്നു. ഈ രാജ്യത്ത് ഒരുപാട് കലാപങ്ങൾ ഉണ്ടായപ്പോ, ജുനൈദുമാർ ആക്രമിക്കപ്പെട്ടപ്പോ, മുഹമ്മദ് അഖ്ലാഖുമാർ കൊല്ലപ്പെട്ടപ്പോ, ബഹ്റൂഖാൻമാർ കൊല്ലപ്പെട്ടപ്പോ, ഇന്ന് എല്ലാരും പറയുന്ന കാര്യ പലതും കണ്ടപ്പോ കണ്ണടച്ച സാംസ്കാരിക നായകർ, പലതും കണ്ടപ്പോ കേട്ടപ്പോൾ ചെവിയടച്ച സാംസ്കാരിക നായകർ. ഈ രാജ്യത്തിന്റെ അധികാരത്തിന്റെ സോപാനങ്ങളിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ 2014 അധികാരത്തിലെത്തിയതിന് ശേഷം ഈ രാജ്യം സംഘപരിവാരത്തിന്റെ കാൽക്കീഴിലേക്കാകുകയായിരുന്നില്ല, മറിച്ച് 925-ൽ RSSനാൽ ആരംഭിച്ച് ഒരു നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് 2025-ലെത്തുമ്പോഴേക്കും ഇന്ത്യ രാജ്യത്തിന്റെ പരമാധികാരം തങ്ങളുടെ കാൽക്കീഴിൽ മനുസ്മൃതി ഭരണഘടനയാക്കി അംഗീകരിക്കപ്പെടുന്ന ഒരു ഹൈന്ദവ രാഷ്ട്ര നിർമ്മിതിക്ക് വേണ്ടി അവർ പണിയെടുത്ത ഒരു നൂറ്റാണ്ടുകാലത്തെ അജണ്ട ഈ രാജ്യത്ത് നടപ്പിലാക്കപ്പെടുകയാണ് രാജ്യത്തിന്റെ ഭരണകൂടത്തിനാൽ. 2014-ൽ നരേന്ദ്രമോദി എത്തുന്നതിലൂടെ കൂടെ ഈ രാജ്യത്തെ ഫാസിസ്റ്റ് വൽക്കരിക്കുകയായിരുന്നില്ല. ഈ രാജ്യത്തെ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്തവർ, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തെ തകർക്കാൻ ശ്രമിച്ചവർ, ഈ രാജ്യത്തെ മുഴുവൻ ജനതയെയും ഒന്നായി നിർത്ത് ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും പാഴ്സിയും സിഖുകാരനും തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതുമ്പോ വൈദേശിക ആധിപത്യത്തിനെതിരെയുള്ള സന്ധിയില്ലാത്ത സമര പോരാട്ടങ്ങളെ ചൂതാട്ടത്തിലൂടെ
വാദങ്ങളിലൂടെ ഈ രാജ്യത്ത് തകർക്കാൻ ശ്രമിച്ചവർ, ഈ രാജ്യത്തില്ലായ്മ ചെയ്യാൻ ശ്രമിച്ചവർ, ഈ രാജ്യത്തിന്റെ ജനതയെ പരസ്പരം ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചവർ, ഈ രാജ്യത്തെ ഒറ്റുകൊടുത്തവർ, സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്തവർ, ആ സംഘപരിവാറുകാരൻ ഈ രാജ്യത്ത് 1947 ഓഗസ്റ്റ് മാസം 15-ാം തീയതി സ്വാതന്ത്ര്യം കിട്ടി ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം നേടിത്തന്ന നമ്മുടെ പ്രിയപ്പെട്ട രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയെ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 6 മാസം വരെ നിലനിർത്താൻ കഴിയാത്ത നിലയിൽ പതിറ്റാണ്ടുകളോളം നീണ്ടുനിന്ന സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത് ഒരു രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടി അസ്വാതന്ത്ര്യത്തിന്റെ നാളുകളിൽ നിന്നും സ്വാതന്ത്ര്യത്തിന്റെ നാളുകളിലേക്ക് കൈപിടിച്ചുയർത്തിയ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യമുള്ള ഇന്ത്യയിൽ ആ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവിനെ 6 മാസക്കാലം പരിപാലിക്കാൻ പോലും അവസരം കൊടുക്കാതെ 1948 മാർച്ച് മാസം 31-ാം തീയതി RSSകാരനായ സംഘപരിവാറുകാരനായ നാഥുറാം വിനായക് ഗോഡ്സെ ഇടനെഞ്ചിലേക്ക് വെടിയുതിർത്തുകൊണ്ട് ഫാസിസവും സംഘപരിവാരവും ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിനെതിരെയുള്ള തങ്ങളുടെ നിലപാട് പ്രഖ്യാപിച്ചപ്പോ 1948 ശേഷം 1990 കാലഘട്ടം വരെ ഈ രാജ്യത്തരങ്ങേറിയ നൂറുകണക്കിന് കലാപങ്ങൾ, ഈ രാജ്യത്തരങ്ങേറിയ വംശീയ ഉന്മൂലനങ്ങൾ, ഈ രാജ്യത്തരങ്ങേറിയ നൂറുകണക്കിന് ആയിരക്കണക്കിന് കൊലകൾ, അതെല്ലാം സംഘപരിവാറുകാരൻ ഈ രാജ്യത്തെ തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ, കാൽ കീഴിൽ ഒതുക്കാൻ മെനക്കെട്ടതിന്റെ ഫലമായിട്ടുണ്ടായതാണ്. 1992 ഡിസംബർ 6 4.5 നൂറ്റാണ്ടുകാലം ജഗന്നിയന്താവായ തമ്പുരാന് സുജൂദ് ചെയ്ത ബാബരി മസ്ജിദിന്റെ മിനാരങ്ങളെ തച്ചു തകർത്ത് തരിപ്പണമാക്കി സരയൂ നദിയിലേക്ക് ഒഴുക്കിയിട്ട് ഫാസിസം പറഞ്ഞു, ഇത് ഞങ്ങളുടെ രാജ്യമാണ്, ഇവിടെ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന ഫാസിസത്തിന്റെ സംഘപരിവാരത്തിന്റെ അജണ്ട ഇവിടെ കൃത്യമായി നടപ്പിലാക്കപ്പെടാൻ തുടങ്ങി. 1993 ബോംബെയിൽ മാത്രം 2000-ഓളം മുസ്ലിം സഹോദരി സഹോദരങ്ങളെ കൂട്ടക്കശാപ്പ് നടത്തിക്കൊണ്ട് ഫാസിസം അടിഞ്ഞാടി രാജ്യത്തിന്റെ ഉത്തരേന്ത്യകളിൽ. ഇന്നലെകളിൽ നമുക്ക് പറയാൻ ഒരു ഉത്തരേന്ത്യൻ മോഡൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യൻ മോഡലാണ്. ഇന്ത്യൻ മോഡൽ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഏതാണ്ട് എല്ലാ മേഖലകളിലും ആ പഴയ ഉത്തരേന്ത്യൻ മോഡൽ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ജയ് ശ്രീരാമിന്റെ പേരിൽ, പശുവിന്റെ പേരിൽ ഈ രാജ്യത്ത് ഫാസിസവും സംഘപരിവാരവും അരങ്ങ് തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖല, ഈ രാജ്യത്തിന്റെ സാമൂഹിക രംഗം, ഈ രാജ്യത്തിന്റെ സാംസ്കാരിക മേഖലകൾ, ഈ രാജ്യത്തിന്റെ ഭരണ മേഖല, ഈ രാജ്യത്തിന്റെ ഉദ്യോഗസ്ഥ മേഖല, മുഴുവൻ മേഖലകളെയും ഫാസിസം കാൽ കീഴിൽ ഒതുക്കി ജുഡീഷ്യൽ സംവിധാനങ്ങളെ പോലും ഫാസിസം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലേക്ക് രാജ്യത്തിന്റെ മുഴുവൻ മേഖലകളിലും ഫാസിസം സംഘപരിവാർ അഴിഞ്ഞാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഈ രാജ്യത്തിന്റെ നിലവിലുള്ള ഭരണ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കപ്പുറത്തേക്ക് ഈ രാജ്യത്ത് നടമാടിക്കൊണ്ടിരിക്കുന്ന ഈ രാജ്യത്തിന്റെ പൗരന്മാര്, ഈ രാജ്യത്തെ ആദിവാസികളും പിന്നോക്കക്കാരും ന്യൂനപക്ഷങ്ങളും ന്യൂനപക്ഷങ്ങളും അടങ്ങുന്ന സമൂഹത്തെ ഇല്ലായ്മ ചെയ്ത് ഈ രാജ്യം ആർക്ക് വേണ്ടിയാണ് ഇവർ കെട്ടിപ്പൊക്കാൻ ശ്രമിക്കുന്നത്? ഇന്ത്യ മഹാരാജ്യത്തെ 130 കോടിയോളം വരുന്ന ജനത, ആ 130 കോടിയോളം വരുന്ന ജനതയുടെ ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഈ രാജ്യത്ത് ചെലവഴിക്കപ്പെടുന്ന കോടിക്കണക്കിന് രൂപ, ഞാനും നിങ്ങളും നികുതി പണം കൊടുക്കുന്ന പണം, ഞാനും നിങ്ങളുമൊക്കെ ബാങ്കിലേക്ക് പണമടച്ചിട്ട് നമ്മളുടെ മിനിമം ബാലൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മളിൽ നിന്നും കവർന്നെടുക്കുന്ന പണം, സോപ്പ് വാങ്ങുമ്പോൾ 50 പൈസയും ചീപ്പ് വാങ്ങുമ്പോൾ 1 രൂപയും നികുതി പണമായി ഈടാക്കി രാജ്യത്തിന്റെ ഖജനാവിൽ കുന്നുകൂടിക്കൊണ്ടിരിക്കുന്ന പണം, അതൊക്കെ കേവലം 200-ൽ താഴെ വരുന്ന കോടീശ്വരന്മാർക്ക് വേണ്ടി, കോർപ്പറേറ്റുകൾക്ക് വേണ്ടി, ഈ രാജ്യത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന വ്യവസായ പ്രമുഖർക്ക് വേണ്ടി 130 കോടിയോളം വരുന്ന ജനതയ്ക്ക് ചെലവഴിക്കപ്പെടുന്ന, അവരുടെ ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കപ്പെടുന്ന പണത്തേക്കാൾ വലിയ മൂല്യം പണം അവരുടെ കടങ്ങൾ എഴുതി തള്ളാൻ, അവരുടെ വ്യവസായ സാമ്രാജ്യങ്ങളെ സംരക്ഷിക്കാൻ ഇന്ത്യ മഹാരാജ്യത്ത് സംഘപരിവാർ നേതൃത്വത്തിലുള്ള സർക്കാർ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോ
ഈ രാജ്യത്തിന്റെ ഭാവി എന്താണ് എന്ന് നമ്മൾ ആശങ്കപ്പെടേണ്ടതുണ്ട്. ഇന്നലെ വരെ ഇന്ത്യ എന്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ്, ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു, ഈ രാജ്യത്തിന്റെ സമ്പൽ സമൃദ്ധിയിലും ഐശ്വര്യത്തിലും ഞാൻ അഭിമാനം കൊള്ളുന്നു എന്ന് പറഞ്ഞിട്ട് സ്കൂളിന്റെ മുറ്റത്തു നിന്നും പ്രതിജ്ഞ ചെയ്ത മക്കൾ, ആ മക്കളുടെ പിതാക്കൾ, ആ പിതാക്കളുടെ പിതാക്കൾ നാളെ മുതൽ ഈ രാജ്യത്ത് രാജ്യമില്ലാതെ, ഈ രാജ്യത്തിന്റെ പൗരത്വം ഇല്ലാതെ ഈ രാജ്യത്ത് നിന്നും ആട്ടിപ്പായിക്കപ്പെടാൻ അവസരം ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടി വലിയ വലിയ ജയിലുകൾ കെട്ടിപ്പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരോടൊക്കെ എന്താ പറയാൻ പോകുന്നത്? ഇത്തരം പൗരത്വ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ അതെല്ലാരെയും ബാധിക്കുന്നില്ല എന്നാ നമുക്ക് തോന്നുന്നതെങ്കിൽ BJP ആശങ്ക പ്രകടിപ്പിച്ചിട്ട് 19.5 ലക്ഷത്തിൽ ഹിന്ദുക്കൾ പെട്ടുപോയിട്ടുണ്ടല്ലോ, എന്തു ചെയ്യും? 19 ലക്ഷത്തിനുള്ളിൽ ജൈന മതത്തിൽ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പെട്ടുപോയിട്ടുണ്ടല്ലോ, എന്തു ചെയ്യും? 19.5 ലക്ഷത്തിൽ പാഴ്സികൾ പെട്ടുപോയിട്ടുണ്ടല്ലോ, എന്തു ചെയ്യും? കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചില്ല BJPയുടെ MP-മാര് പോലും. ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന അമിത്ഷാ പറഞ്ഞത് എന്താ? പൗരത്വ രേഖയിൽ പെട്ടുപോയ ഒരു ഹിന്ദുവും ആശങ്കപ്പെടേണ്ടതില്ല, പൗരത്വ രേഖയിൽ നിന്നും പേരില്ലാതെ പുറത്തുപോയി എന്നതിന്റെ പേരിൽ ഒരു ജൈന മതക്കാരനും ആശങ്കപ്പെടേണ്ടതില്ല. പൗരത്വ രേഖയുടെ പട്ടികയിൽ നിങ്ങളുടെ പേരില്ലാതെ കരുതിയിട്ട് നിങ്ങൾ ഒരു പാഴ്സിയും പേടിക്കണ്ട, നിങ്ങൾക്ക് മതിയായ സംരക്ഷണം ഞങ്ങൾ നൽകും. പിന്നെ ആർക്കാ നൽകാത്തത്? അതുമാത്രം പറഞ്ഞില്ല, പറയാത്ത ഒരു വിഭാഗമുള്ളൂ, അത് ഈ രാജ്യത്തെ മുസ്ലിം സമൂഹത്തെ കുറിച്ചാ. അവരെ സംരക്ഷിക്കൂന്നും പറഞ്ഞില്ല, അവരെ പുറത്താക്കൂല എന്നും പറഞ്ഞില്ല. എന്ന് പറഞ്ഞാൽ 19.5 ലക്ഷത്തിൽ നിന്നും ഒരു മുസ്ലിമാണ് അതിൽ അവശേഷിക്കുന്നതെങ്കിൽ ആ മുസ്ലിമായി എന്നതിന്റെ പേരിൽ ഈ രാജ്യത്ത് രാജ്യമില്ലാത്തവനായി, പൗരത്വമില്ലാത്തവനായി ആട്ടിയോടിക്കപ്പെടുന്ന മ്യാൻമറിൽ നിന്ന് ഒക്കെ ആട്ടിയോടിക്കപ്പെട്ട അഭയാർത്ഥികളാക്കപ്പെട്ട ആയിരക്കണക്കിന് 10,000-കണക്കിന് മനുഷ്യന്മാരെ പോലെ സ്വന്തമായി രാജ്യമില്ലാത്ത ഒരു സമൂഹത്തെ ഈ രാജ്യത്ത് സൃഷ്ടിക്കാൻ കേന്ദ്രത്തിന്റെ സംഘപരിവാർ ഫാസിസ്റ്റ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ മിണ്ടാതിരിക്കാൻ കഴിയില്ല എന്നതാണ് ഇത്തരം കൂട്ടായ്മകളൊക്കെ രൂപപ്പെടുന്നതിന്റെ പിന്നിലുള്ള ലക്ഷ്യം, ഏക ലക്ഷ്യവും. ഇപ്പൊ പലരും ഇതൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. തങ്ങളിലേക്കൊക്കെ ഫാസിസവും സംഘപരിവാരവും വരും എന്ന് മനസ്സിലായപ്പോഴാ പലർക്കും ഉണർന്ന് ചിന്തിക്കാൻ തോന്നി തുടങ്ങിയത്. ഇന്ന് ഒരു വിട്ടുവീഴ്ച ആർക്കുമില്ല. മതേതരത്വത്തിന്റെ പട്ടം ചാർത്തിക്കൊണ്ട് കാത്തിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ഈ രാജ്യത്ത് നിരപരാധികളെ നൂറുകണക്കിന്, ആയിരക്കണക്കിന് നിരപരാധികളെ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ നൂറുകണക്കിന് ജയിലറകളിൽ ആയിരക്കണക്കിന് നിരപരാധികൾ പാർപ്പിക്കപ്പെടുമ്പോ അത്തരം കരി നിയമങ്ങളൊക്കെ തയ്യാറാക്കാൻ മുന്നിൽ നിന്ന് ഈ രാജ്യത്തിന്റെ ഭരണസിരാ കേന്ദ്രങ്ങളെ നിയന്ത്രിച്ചു വരുന്നവരടക്കം രാജ്യത്തിന്റെ ജയിലറകളിൽ പാർപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ ഭരണകൂടം ഒരാളെ തകർക്കാൻ ശ്രമിച്ചാൽ അതിൽ നിന്നും വിമോചിതരാവുക എന്നത് ഈ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയിൽ വലിയ പ്രശ്നമുള്ള കാര്യമാണ്. ഈ രാജ്യത്ത് ഇന്നലെകളിൽ അരങ്ങേറിയ കലാപങ്ങളിലൂടെ ഈ രാജ്യത്തിന്റെ സംഘപരിവാർ ഫാസിസം വളർത്തിയെടുത്ത ഭീതിതവും ഭീകരവുമായ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് ആര് വായു തുറന്നാലും, ആര് പേനയെടുത്താലും, ആരൊരക്ഷരം ഉരിയാടാൻ തയ്യാറായാലും നിങ്ങളൊക്കെ നോട്ടപ്പുള്ളികളാണ് എന്ന് സംഘപരിവാരം പറഞ്ഞു പരത്തി ഭീതിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. എല്ലാവർക്കും നേരെ വരും, ആരും അതിൽ നിന്ന് വിഭിന്നരല്ല. മതേതരത്വത്തിന്റെ കുപ്പായ എത്രത്തോളം തയ്ച്ച് നമ്മൾ ഇട്ടാലും, ഞാൻ എത്ര മതവാദിയും മതേതരവാദിയാണെന്ന് പ്രസംഗിച്ചാലും ഒന്നും രക്ഷയില്ല. ഫാസിസത്തിനെതിരെ ഒരക്ഷരം ഉരിയാടിയാൽ, സംഘപരിവാരത്തിനെതിരെ ഒരക്ഷരം മിണ്ടിയാൽ നിങ്ങളൊക്കെ അകത്താണ് എന്ന മുന്നറിയിപ്പ് ആ സംഘപരിവാരം തരുന്നത്. അതിൽ നിന്ന് അല്പമെങ്കിലും വ്യത്യസ്തത ഉണ്ടായിരുന്നു എന്ന് നമ്മൾ അവകാശപ്പെട്ടിരുന്നത് ഈ മലയാളത്തിന്റെ മണ്ണില. അല്പമെങ്കിലും ശേഷിക്കുന്നതും ഈ മണ്ണില. പക്ഷെ ഈ മണ്ണും ഫാസിസത്തിന് വളക്കൂറുള്ള മണ്ണാക്കി, ഫാസിസത്തിന് അവരുടെ പ്രയാണത്തിന് അനുഗുണമാകുന്ന മണ്ണാക്കി മാറ്റിയെടുക്കാനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെയുള്ള ശക്തമായ ചെറുത്തുനിൽപ്പിന്റെ പോരാട്ടത്തിന്റെ പാതകൾ ഒരുക്കാൻ മതേതരവും ജനാധിപത്യവും ഒക്കെ പറയുന്നവർക്ക് കഴിയുന്നുണ്ടോ എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്.